മസ്കറ്റ് നഗരത്തിൽ പരമ്പരാഗത പെരുന്നാൾ ചന്തകളുടെ നടത്തിപ്പിന് പുതിയ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. പൊതുസുരക്ഷ, ഭക്ഷ്യസാധനങ്ങളുടെ ഗുണമേന്മ തുടങ്ങിയവ ഉറപ്പാക്കുന്ന വിധത്തിലാണ് മസ്കറ്റ് നഗരസഭയുടെ മാർഗനിർദ്ദേശം. ബലിപെരുന്നാളിനോട് മുന്നോടിയായാണ് നഗരസഭയുടെ ഇടപെടൽ. നൂറ്റാണ്ടുകളായി ഒമാനിൽ തുടരുന്ന പരമ്പരാഗത നാട്ടുചന്തകളാണ് ഹബ്ത. പെരുന്നാൾ ആഘോഷ ദിനങ്ങളിൽ തുറസായ സ്ഥലങ്ങളിലാണ് ഇത്തരം ചന്തകൾ പ്രവർത്തിക്കുക. ബലിമൃഗങ്ങൾ, പരമ്പരാഗത ഒമാനി കത്തികൾ, മസാലകൾ, സുഗന്ധദ്രവ്യങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഉണ്ടാകും. സ്വദേശികളും പ്രവാസികളും ഒരുപോലെ എത്തുന്ന സ്ഥലം കൂടിയാണ് ഹബ്ത വിപണികൾ. വിപണികൾക്ക് ഏകീകൃത രൂപവും മികച്ച സേവനവും ഉറപ്പാക്കാനും മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ നടപടി. ഇതിന്റെ ഭാഗമായി എല്ലാ വ്യാപാരികളും 3 മീറ്റർ നീളവും അത്ര തന്നെ വീതിയുമുള്ള നീല നിറത്തിലുള്ള ഏകീകൃത കുടകൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. സാധനങ്ങൾ നിലത്തോ നടപ്പാതകളിലോ പ്രദർശിപ്പിക്കാതെ പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്തോ കുടകളുടെ കീഴിലോ മാത്രം പ്രദർശിപ്പിക്കണം. കൂടാതെ വിപണി ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 5 ദിവസം മുമ്പ് തന്നെ സ്റ്റാളുകൾ പൂർണ്ണമായി സജ്ജമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കച്ചവടത്തിന് നിയോഗിക്കുന്ന പ്രവാസി തൊഴിലാളികൾക്ക് സാധുവായ തൊഴിൽ വിസ ഉണ്ടായിരിക്കണം. ഹബ്ത വിപണികളുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കച്ചവട വാഹനങ്ങൾ പ്രവേശിപ്പിക്കരുത്. കൂടാതെ ബലിപെരുന്നാളിന് മുന്നോടിയായി കന്നുകാലി വ്യാപാരത്തിനും പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവഴികളിലോ അനുവദിച്ചിരിക്കുന്ന മേഖലകൾക്ക് പുറത്തോ മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചു. മാത്രമല്ല, അൽമുനാദ എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത ലേല പ്രക്രിയ പ്രാദേശിക ആടുകൾ, പശുക്കൾ, ഒട്ടകങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.